നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ശുഭകാര്യങ്ങൾക്കെല്ലാം പണ്ട് മുതലേ 10-ാം ഉദയത്തിലായിരുന്നു തുടങ്ങി വെച്ചിരുന്നത്. അപ്പനപ്പൂപ്പന്മാർ തുടങ്ങി വെച്ച ആചാരം മലയാളി ഇന്നും മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കേരളത്തിലെ CPMന്റെ ആസ്ഥാന ജ്യോത്സ്യന് വരെ 10-ാം ഉദയം കഴിഞ്ഞ് എന്തുമുള്ളൂ. അതുകൊണ്ടാണല്ലോ പുതുക്കി പണിയാതെ റോഡിന് എതിർവശത്ത് സ്ഥാനം കണ്ടു മാറ്റി നിർമ്മിച്ച 9 നില AKG സെന്ററിന്റെ ഉദ്ഘാടനം എന്ത് വില കൊടുത്തും 10-ാം ഉദയത്തിന് തന്നെ നടത്തി പാലുകാച്ചി കയറിയത്. ആർക്കും ദോഷം വരരുതല്ലോ, അതുകൊണ്ട് തന്നെയാണിതെന്ന് കരുതി ആശ്വസിക്കാം. ആർക്ക് എന്തു സംഭവിച്ചാലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമേ അല്ല. ഇതാണ് ഇപ്പോഴത്തെ പിണറായിസം. സാമ്പത്തിക പ്രതിസന്ധിയോ ആർക്ക്, സർക്കാരിനോ അങ്ങനെയൊന്നുമില്ല. എന്ത് പ്രതിസന്ധി, ആർക്ക് പ്രതിസന്ധി എന്നാണ് സർക്കാർ ചോദിക്കുന്നത്. എന്തായാലും പ്രതിസന്ധിയൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് തിരിച്ചു വരാം. എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ സർക്കാരിൻ്റെ മനസാക്ഷി എന്ന ഒന്ന് അവശേഷിക്കുന്നുണ്ടോ? രാജ്യം മുഴുവനും ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിലും വേദനയിലും കഴിയുമ്പോൾ AKG സെൻറ്ററിൽ കൂത്താട്ടം. എന്തേ, സർക്കാരിന് കണ്ണില്ലായിരുന്നോ? അതോ കണ്ണിന് കാഴ്ചയില്ലായിരുന്നോ? അതോ ഇനി അധികാരത്തിൻ്റെ അന്ധത ബാധിച്ചതാണോ? എന്തായാലും അധികാരത്തിൻ്റെ അന്ധതയിലാണ് ഈ കണ്ട കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സാധാരണക്കാർക്ക് പോലും ആക്രമണത്തിൻ്റെ വാർത്തയും ദൃശ്യങ്ങളും കണ്ടപ്പോഴേ മനസ്സ് മരവിച്ചതാണ്. എന്നാൽ അധികാരത്തിലിരിക്കുന്നവർക്ക് അധികാരത്തിൻ്റെ മഞ്ഞപ്പിത്തബാധ കണ്ണ് മഞ്ഞളിച്ചു. അപ്പോൾ അധികാരരേഖയിൽ മനസാക്ഷിയം ഒലിച്ചുപോയി. ഇതോടെ കേരളത്തിലെ LDF സർക്കാരും കമ്മ്യൂണിസ്റ്റുകാരും AKG സെന്ററിൽ ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ ലഹരിയിലലിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ വാസ്തുവും വസ്തുവുമൊക്കെ നോക്കി ജ്യോത്സ്യൻ കുറിച്ച സമയമൊക്കെ ആകും. അതുകൊണ്ടാകും മാറ്റാൻ ഇത്ര പ്രയാസം. പാർട്ടിക്കാർ പുറത്തു മാത്രമേ ഈശ്വര വിരോധിയാകുന്നുള്ളൂ, അകത്ത് നല്ല ഈശ്വര വിശ്വാസിയാണ്. പിന്നല്ലാതെ അതല്ലേ പിണറായി സാർ ആ സമയം മാറ്റാതെ ആ പാല് കച്ചങ്ങ് നടത്തിയത്. സാർ എല്ലാ കാര്യങ്ങളിലും ഇതൊക്കെ തന്നെ കാണിക്കണേ, എല്ലാം അങ്ങ് വിശ്വാസത്തിലെടുക്കും. ജ്യോത്സ്യം കുറിച്ച സമയമാണോ എന്നറിയില്ല, 2 ദിവസം മാറ്റിവെക്കാൻ പറ്റാത്ത ധൃതി. രാജ്യം മുഴുവനും പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തതിൻ്റെ ദുഃഖാചരണം കൂടിയാണ്. രാജ്യം മുഴുവനും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമില്ല എന്ന ധിക്കാരമാണ് ചിലർ പറയുന്നത്. എന്തായാലും ചൈനയെ പെറ്റമ്മയായി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് എന്ത് പറയാനാ, എന്ത് ചോദിക്കാനാ? ഇനി ആ പുതിയ തറവാട് വീടിൻ്റെ ഐശ്വര്യം കൊണ്ട് ആ ആശമാരുടെ സമരം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.